ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 1.25 മാസത്തെ ബ്രേക്കിന് ശേഷം എല്ലാവരുടെ മുഖം കാണുവാൻ ദൈവം അനുവദിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ സന്തോഷം. കഴിഞ്ഞ ഒരു മാസം കർത്താവ് നമ്മളെ എല്ലാം കാത്തു. ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, യാത്രകളുടെ ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നിവൃത്തിയുമില്ലായിരുന്നു. കർത്താവ് കഴിഞ്ഞ ഒരു മാസത്തെ 1.25 മാസത്തെ ശുശ്രൂഷകളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ നിലം തൊടാതെ ആയിരുന്നു ഒരു 33 ദിവസം യാത്ര. നമ്മളന്ന് പെരുമ്പാവൂർ തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിയായി, അതിനുശേഷം സിംഗപ്പൂരിൽ പോയി, മലേഷ്യയിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് രാജസ്ഥാനിൽ പോയി, തിരിച്ചു കൊച്ചി വന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വർഷം പ്രസംഗിക്കേണ്ട എല്ലാം കൂടെ 30 ദിവസം കൊണ്ട് പ്രസംഗിച്ച് തീർത്തെന്നാണ് എനിക്ക് തോന്നുന്നു. ഇനിയും ഞാൻ ആളുകളോട് പറഞ്ഞു, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയം ദൈവം എനിക്ക് തന്നാൽ മതി. പ്രസംഗിച്ചതെല്ലാം കൂടെ ഒരുപാട് പ്രസംഗിച്ചു. അതുകൊണ്ട് എന്നാൽ ക്ഷീണിക്കാതെ കർത്താവ് കാത്തു. എൻ്റെ നടുവിൻ്റെ ഒക്കെ ഒരുപാട് പ്രയാസമുണ്ട്, ചിലയിടത്തൊക്കെ ഇരുന്നൊക്കെയാണ് പ്രസംഗിച്ചത്. എന്നാൽ ഇതിലൊക്കെ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു, അതിനായി ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറയാം. കാരണം ഈ അപ്ഡേറ്റ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സ്റ്റഡി നടക്കത്തില്ല. നമുക്ക് സ്റ്റഡിയിലേക്ക് കടക്കണമല്ലോ. അതുകൊണ്ട് ഇനി ഒരു മാസം നമുക്ക് ഒരുമിച്ച് ഒരു ടിൽ ഓഗസ്റ്റ് പകുതി വരെ നമുക്ക് പഠിക്കാം. അതിനുശേഷം എനിക്ക് US യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സമയങ്ങൾ ഏറ്റവും നല്ലതുപോലെ ഉപയോഗിക്കണം. മലാഖി പ്രവചനം, അതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. മലാഖി, അവിടാണ് തുടങ്ങുന്നത്. 1:1 മുതൽ 2:9 വരെ കുറച്ചേറെ വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് മലാഖി പുസ്തകം തിരഞ്ഞെടുത്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറയാം. മലാഖി എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം എൻ്റെ ദൂതൻ, മൈ മെസ്സഞ്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. മൈ മെസ്സഞ്ചർ, അതാണ് അതിൻ്റെ അർത്ഥം. വേറെ ഒന്നുമില്ല. ഒരു ജനറിക് നെയിമാണ് മലാഖി. ഒരാളുടെ പേര് എന്ന് പറയുന്നതിനേക്കാട്ടിലുപരി ഇറ്റ്സ് എ ജനറിക് നെയിം, മൈ മെസ്സഞ്ചർ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം, ഒന്ന്, ചെറിയ പുസ്തകം വേണം. കാരണം അടുത്ത യാത്രയ്ക്ക് മുമ്പ്. അതാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ അത് തീർക്കാതെ ഇടയ്ക്ക് നിർത്തി വെച്ച് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ചെറിയ പുസ്തകം വേണം. 2, ഈ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു Q&A സെഷനാണ്. നമ്മളെപ്പോഴും ഈ സെഷൻ കഴിയുമ്പോൾ ഒരു വലിയ Q&A സെഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള Q&A സെഷനാണ്. 7 ചോദ്യങ്ങൾ ഇസ്രായേൽ ജനം ചോദിക്കുന്നു, അതിന് ഉത്തരം കർത്താവ് കൊടുക്കുന്നു. ഈ ചോദ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടും ചോദിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഓർത്തു ഈ പുസ്തകം നമുക്ക് എടുക്കാം. പിന്നെ ഇതിനകത്തെ ചില തീംസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരുപാട് മേഖലകൾ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ പല മേഖലകളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കാപഠ്യം, പിന്നെ ഡിവോഴ്സ്, 3 പണം, 4 ദ പ്രോബ്ലം ഓഫ് ഈവിൾ, തിയോഡസി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ? അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സേവിക്കേണ്ട കാര്യം എന്തുകൊണ്ട് രോഗം, എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അസുഖം? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് നല്ല മറുപടി ഉണ്ട് ഈ മലാഖി പ്രവചനത്തിൻ്റെ പുസ്തകം. പിന്നെ നമ്മുടെ സ്റ്റഡി ആരംഭിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലാണ് തുടങ്ങിയത്. പുസ്തകത്തിൻ്റെ അവസാനം തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ അവസാനം തൊട്ട് തുടങ്ങിയെങ്കിൽ ഞാൻ ഓർത്തു പഴയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പഴയ നിയമത്തിലെ അവസാന പുസ്തകം കൊണ്ട് തുടങ്ങാം. അതാകുമ്പം ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് മലാഖി പ്രവചനം നമ്മൾ എടുക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ. ഈ മലാഖി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൈ മെസ്സഞ്ചർ, എൻ്റെ ദൂതൻ. സെപ്റ്റുവജന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് അർത്ഥം ഏഞ്ചൽ അല്ലെങ്കിൽ ദൂതൻ. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ 7 സഭകൾക്കുള്ള ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചറിന് എഴുതുക, ആഞ്ചലോസ്. ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പഴയ നിയമത്തിൻ്റെ തിരശീല ഇടുന്നത് മലാഖിയാണ്. പഴയ നിയമത്തിൻ്റെ തിരശീല ഈ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ അങ്ങോട്ട് വന്നു തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങുന്ന വിഷയത്തിൻ്റെ സാരാംശം ഇതാണ്: മശിഹ വരുന്നു. അപ്പോൾ ആ ഡ്രം ബീറ്റിൻ്റെ വോളിയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടി അവസാനം മലാഖി പ്രവചനം വരുമ്പോൾ മലാഖി പറയാണ്, അവൻ വരാൻ സമയമായി, അതുകൊണ്ട് മശിഹായ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാക്കിന് ശേഷം
ഈ ഒരു വാക്കിന് ശേഷം ദൈവം ഇസ്രായേൽ ജനത്തോട് പിന്നെ സംസാരിക്കുന്നില്ല. എത്ര നാളത്തേക്കാ? 400 വർഷം, 400 years of silence. അപ്പോൾ ദൈവശബ്ദം അവസാനമായി ഇസ്രായേൽ മക്കൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ്. മശിഹ വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകത്തിന്റെ ദൂത് എന്താണ്? യേശു കർത്താവ് മടങ്ങി വരുന്നു. മലാഖി പ്രവചന്റെ ദൂത് എന്താണ്? യേശു കർത്താവ് വരുന്നു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും ദൂതിന്റെ സാരാംശം എന്ന് പറയുന്നത് യേശു കർത്താവ് വരുന്നു എന്നുള്ളതാണ്. രണ്ടാം വരവാട്ടെ, ആദ്യത്തെ ആഗമനമാകട്ടെ. സോ ദ മെസ്സേജ് ഇസ് ഓൾവേസ് ദ കമ്മിങ് ഓഫ് ദ മെസ്സായ. അതാ എപ്പോഴും ദൂത്. ഇതിന് ശേഷം പിന്നെ അവർക്ക് ഒന്നും കേൾക്കുന്നില്ല 400 വർഷം. ഈ മലാഖി എന്ന് പറയുന്ന ഈ പ്രവാചകൻ നെഹമ്യാവ് അല്ലെങ്കിൽ നെഹമ്യാവിന്റെ കാലശേഷം ശുശ്രൂഷിച്ചൊരു വ്യക്തിയാണ്. ഒരു 397 BC ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. ഇതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഈ 539 BC-യിൽ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ദൈവജനം മടങ്ങി വന്നിരിക്കുകയാണ്. അവർ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നു, ആലയം പണിതു, ശരിയാണ്. അതിനുശേഷം സാക്രിഫൈസ് നടത്തി, അത് ശരിയാണ്. എന്നാൽ ഇതെല്ലാം ചെയ്തെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നെഹമ്യാവിൻ്റെ കാലത്തെ വലിയ ഒരു ഉണർവിന് ശേഷം ഒരു തണുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. വലിയ ഉണർവിന് ശേഷം തണുപ്പിൻ്റെ ഒരു കാലഘട്ടം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആലയമുണ്ട്, യാഗപീഠം പണിതു, യാഗമർപ്പിക്കുന്നു, അവരുടെ ഉപവാസങ്ങളുണ്ട്, അവരുടെ ഉത്സവങ്ങളുണ്ട്. എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്കാണ്. നമ്മൾ കഴിഞ്ഞ കാല പ്രവാചകന്മാരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ടിക്ക് മാർക്ക് കാണത്തില്ല. കാരണം എന്തെങ്കിലും ഒന്നുമില്ല. ഒന്നെങ്കിൽ ആലയമില്ല, അല്ലെങ്കിൽ യാഗം നിന്നുപോയി, അല്ലെങ്കിൽ യാഗവസ്തു ഇല്ല, അല്ലെങ്കിൽ ഉത്സവങ്ങളില്ല, അല്ലെങ്കിൽ പ്രവാസത്തിലാണ്, അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർ അന്യദൈവങ്ങളുടെ പുറകിൽ പോയി. ഇവിടെ അതൊന്നും കാണുന്നില്ല. അവർ അന്യദൈവങ്ങളുടെ പുറകിൽ പോയിട്ടില്ല. മോലേക്കിന് അർപ്പിക്കുന്നില്ല, ബാലിന് അവരർപ്പിക്കുന്നില്ല, നത്തിങ്, അന്യാരാധനയില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് ഹൃദയം ദൈവത്തിൽ നിന്ന് മാറിപ്പോയ അനുഭവം. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ കാലഘട്ടത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ദൂതാണ്. എവറിത്തിങ് ഈസ് ദെയർ ബട്ട് ദേ ഹാവ് ലോസ്റ്റ് ദെയർ സീൽ ഫോർ ദ ലോർഡ്. എല്ലാം ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, യാഗമർപ്പിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, അന്യദൈവങ്ങളുടെ പുറകിൽ പോകുന്നില്ല, ഉത്സവങ്ങളുണ്ട്, ഉപവാസങ്ങളുമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോയ അനുഭവം, നമുക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. വി നീഡ് എ കമ്മിങ് ബാക്ക്. അന്യാരാധനയിൽ പോയവർക്കല്ല, പക്ഷെ ദൈവജനത്തിന് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യമുണ്ട്. റിലീജിയസ് ഓബ്ലിഗേഷൻ ഗ്രേറ്റർ ദാൻ ദ ലവ് ഫോർ ദ ലോർഡ്. ഇത് ചെയ്യണം, അത് ചെയ്യണം, ആ പരിപാടി ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുന്ന അവസ്ഥയിൽ ദൈവം പറയാണ്, നിങ്ങളുടെ ആലയത്തിൻ്റെ വാതിലുകളെ നിങ്ങളങ്ങ് അടക്കി, ഇതങ്ങ് നിർത്തി പരിപാടി എന്ന് കർത്താവ് പറയുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാനും നമ്മളൊന്ന് മടങ്ങി വരുവാൻ കർത്താവ് നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. ഓക്കെ, ഈ 3 വിഷയങ്ങൾ ഞാൻ വെളിപ്പാട് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 3 തീംസാണ് വെളിപ്പാട് പുസ്തകം. സിമ്പിൾ. എന്താണ് 3 തീംസ്? നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം. യേശു കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, ജീസസ് ഇസ് ഓൺ ദ ത്രോൺ. 2, ജീസസ് ഇസ് കമ്മിങ് ബാക്ക്. 3, ജീസസ് വിൽ ടേക്ക് us ഹോം. നിങ്ങൾ ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 3 തീംസ്, 3 തീംസ്. മലാഖിയുടെ നമ്മുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 തീംസേ ഉള്ളൂ. എന്താണ്? 1, ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ദൈവ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ വിഷയം. The fact that God loved them. ദൈവം സ്നേഹിക്കുന്നു. 2, ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവജനമേ നിനക്ക് അടി ഉറപ്പാണ്. ഇതിനെല്ലാം കണക്ക് നീ ബോധിപ്പിക്കണം. പിന്നെ 3, അവിടം കൊണ്ട് തീരുന്നില്ല. നീ കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, നീ വിശ്വസ്തനായി നിന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്റെ പേര് അവൻ എഴുതിയിരിക്കും. ദ ബുക്ക് ഓഫ് റിമെമ്പറൻസ്. 3 വിഷയങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. 1, ദൈവസ്നേഹത്തെ ഓർമ്മപ്പെടുത്തുക. അതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അത് നമ്മൾ ഇന്ന് ചിന്തിക്കും. 2, ദൈവത്തിൽ നിന്ന് നീ മാറിപ്പോയാൽ അതിനുള്ള അടി നിനക്ക് കിട്ടിയിരിക്കും. 3, ദൈവത്തോട് വിശ്വസ്തത പാലിച്ചാൽ
ദൈവം നിന്നെ ഒരു നാളും മറക്കത്തില്ല എന്നുള്ള വിഷയം. ഇതാണ് 3 തീംസ് ഓഫ് ദ ബുക്ക് ഓഫ് മാലക്കായ്. ഇതിന്റെ ഔട്ട്ലൈൻ ഞാൻ എല്ലാ പുസ്തകത്തിനും ഔട്ട്ലൈൻ തരുന്ന പോലെ ഈ പുസ്തകം ചെറിയ പുസ്തകമാണെങ്കിലും ഔട്ട്ലൈൻ തരാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇസ്രയേലിനുള്ള ദൈവസ്നേഹം, അത് നമ്മൾ ഇന്ന് ചിന്തിക്കും. എന്നാൽ ഈ ദൈവസ്നേഹം കാണാതെ പോകുന്ന ഒരു അനുഭവം, അതും നമ്മൾ ഇന്ന് ചിന്തിക്കും. അതാണ് 2 മുതൽ 5 വരെയുള്ള വാക്യം. പിന്നെ 6 മുതൽ 1-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പുരോഹിതന്മാരുടെ അവിശ്വസ്തത അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ പാപം, അതാണ്. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ ഇന്ന് നമ്മൾ നോക്കും. വളരെ പെട്ടെന്നായിരിക്കും പോകുന്നത്. 3, ജനത്തിന്റെ പാപം. പുരോഹിതന്മാരുടെ പാപം മാത്രമല്ല, ജനത്തിന്റെ പാപം. അതെവിടാ കാണുന്നത്? 2-ാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വിവാഹ ജീവിതത്തിലെ അശുദ്ധി, അതാണ് കാണിക്കുന്നത്. പിന്നെ 2-ാമത്തെ അധ്യായത്തിന്റെ 17 മുതൽ 3-ാമത്തെ അധ്യായത്തിന്റെ 7 വരെയുള്ള ചോദ്യമാണ്, ദൈവമേ നിന്റെ ന്യായം എന്തി? ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ നിന്റെ നീതി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. 3-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ളതാണ് ടൈതിങ്, ദശാംശവും ദൈവത്തെ മോഷ്ടിക്കുന്ന അനുഭവം. ദൈവമക്കളെ സംബന്ധിച്ച് ദശാംശത്തെക്കുറിച്ചുള്ളതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ 3-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ്? ഈ ദൈവത്തെ സേവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഇസ്രയേലിന്റെ ചോദ്യം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മറ്റവന്റെ അവസ്ഥയെക്കാട്ടിലും കഷ്ടമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മളും ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവസാനം ദൈവത്തിന്റെ മഹാദിവസം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. നമ്മൾ ടോട്ടലി 4 സെഷൻ ആയിരിക്കും എടുക്കുന്നത്. അത് നമുക്ക് 3-4 സെഷനിൽ നമുക്ക് തീർക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ. ഓട്ടെ, ഇനി നമുക്ക് നമ്മുടെ ഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് 2 വിഷയം, ദൈവസ്നേഹവും പുരോഹിതന്മാരുടെ പാപം, അതായിരിക്കും ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രവാചകം മലാഖി മുഖാന്തരം ഇസ്രയേലിനോടുള്ളത് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, ഐ ഹാവ് ലവ്ഡ് യു. ജനം ചോദിക്കുന്നു, 1-ാമത്തെ ചോദ്യമാണ്, ഇൻ വാട്ട് വേ ഹാവ് യു ലവ്ഡ് അസ്? കേട്ടോ, കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ജനം ചോദിക്കുകയാണ്, ഏത് വിധത്തിലാ നീ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്? അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിന് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ 400 വർഷത്തെ സൈലൻസിന് മുമ്പ് ദൈവം അവസാനമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ആരെങ്കിലും നമ്മളോട് വന്ന് പറയുക, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവർ അതുവരെ പറഞ്ഞതല്ല, പിന്നെയോ അവരപ്പോൾ നമ്മളോട് പറയാൻ പോകുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്, അല്ലേ? അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കർത്താവ് തൻ്റെ ജനത്തോട് പറയാൻ തുടങ്ങുകയാണ്, ഞാൻ ഇനി മിണ്ടാതിരിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയും. എല്ലാവരും ശ്രദ്ധ വെച്ച്, വെരി ഫേമസ് ലാസ്റ്റ് വേർഡ്സ് നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞു, ഫേമസ് ലാസ്റ്റ് വേർഡ്സ് കർത്താവ് ഇങ്ങനെ പറയാൻ തുടങ്ങും. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവർ, ഇതിനകത്ത് വലിയ എക്സ്പോസിഷന്റെ ആവശ്യമില്ല. പക്ഷെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവ മക്കളുടെ ഉള്ളിലേക്ക് ഇതൊന്ന് കയറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദിസ് ഷുഡ് ഗെറ്റ് ഇൻസൈഡ് യുവർ ഹാർട്ട്. എന്താണ്? എവ്രി ബിലീവർ നീഡ്സ് ടു ഹിയർ ദിസ്, ദാറ്റ് ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് യു. യേശു കർത്താവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള, തൻ്റെ ജനത്തോട്, മറ്റുള്ളവരോടല്ല, തൻ്റെ ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതുപോലെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു വാചകം വേറെ ഒന്നുമില്ല. ഐ ആം ലവ്ഡ് ബൈ ദ വൺ ഹു മാറ്റേഴ്സ് മോസ്റ്റ്. യേശു കർത്താവ് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് യു. വിശ്വാസി ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പണ്ട് ഈ ഡിസ്നി മൂവിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ളവർക്കറിയാം. ഡിസ്നി മൂവീസിനകത്ത് ഈ ലിറ്റിൽ മെർമെയ്ഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ പണ്ടത്തെ ചില ഈ ആർക്കെങ്കിലും ഒരാളോട് പ്രണയം തോന്നിയാൽ മറ്റേ ആൾക്ക് തിരിച്ച് പ്രണയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ അവർ ഈ പൂ എടുത്തിട്ട് അതിൻ്റെ പെറ്റൽസ് എടുത്ത് ഹി ലവ്സ് മീ, ഹി ലവ്സ് മീ നോട്ട്, ഹി ലവ്സ് മീ, ഹി ലവ്സ് മീ നോട്ട്. ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡിസ്നി മൂവി കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ കണ്ടു. ഹി ലവ്സ് മീ, ഹി ലവ്സ് മീ നോട്ട്. പല വിശ്വാസികളുണ്ടല്ലോ, ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഡസ് ഹി ലവ് മീ? പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട്, ഓ മേ ബി ഹി ഡസൻറ്റ് ലവ് മീ, ഹി ലവ്സ് മീ, ഹി ലവ്സ് മീ നോട്ട്. ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ജീവിക്കുന്നത്.
അയ്യോ കർത്താവേ, ഇന്ന് ഞാൻ ക്വയറ്റ് ടൈം ചെയ്തല്ലോ, ഇന്ന് ചിലപ്പോൾ നിനക്ക് എന്നോട് സ്നേഹക്കുറവായിരിക്കും, ഇന്നലെ ഞാൻ പാവം ചെയ്തല്ലോ. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്നാണെന്നറിയാമോ? എവറി ടൈം യു പിക്ക് അപ്പ് ദ ബെറ്റൽ യു ക്യാൻ സേ ഹി ലവ്സ് മീ, ഹി ലവ്സ് മീ, ഹി ലവ്സ് മീ. അല്ലാതെ അതിനകത്ത് ഹി ലവ്സ് മീ നോട്ട് ഇല്ല. കർത്താവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. ഇതുപോലൊരു വിശ്വാസിയെ ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ ആധാരം എന്താ? വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ്? Of course, the foundation is on the cross. But the fact that Jesus has told us, കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്, എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതിൻ്റെ അപ്പുറത്തോട്ടൊരു സ്റ്റേറ്റ്മെന്റോ ഒരു കാര്യം നമുക്ക് വേണ്ട. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് യു. ഇത് സംശയിക്കുന്ന ദൈവമക്കൾ ഈ കൂട്ടത്തിലുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് സംശയം മാറ്റിവെക്കണം. ഇന്ന് ആ സംശയം മാറ്റിവെക്കണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ദ ലോർഡ് ലവ്സ് us. ഈ ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിച്ചെന്ന് വിചാരിച്ചു. ഒരുപാട് സ്നേഹിക്കുന്നൊരു ഭർത്താവുണ്ട്. ആ ഭാര്യയുടെ നടപ്പ് കാണുമ്പോൾ അറിയാം, ആ ഭാര്യയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം. കാരണം എന്നാ? ഓരോ ദിവസം ചിന്തിക്കുമല്ലേ, ഞാൻ ഇനി ഇങ്ങനെ ചെയ്തിട്ട് വേണോ എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഷീ ഈസ് സോ കോൺഫിഡൻറ്റ് ഇൻ ഹൂ ഷീ ഈസ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് സ്ഥാനമില്ല, മറ്റുള്ള ആളുകളുമായിട്ടുള്ള കോമ്പറ്റീഷന് സ്ഥാനമില്ല, ബാക്കിയുള്ളവർ റിജക്റ്റ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആളുകൾ നമ്മളെ അംഗീകരിച്ചോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ആളുകൾ നമ്മളെ ഇട്ടേച്ചു പോവോ വിഷയമല്ല. വി ഡോണ്ട് ഫൈറ്റ് അങ്ങനത്തെ എന്താ പറയേണ്ടത്, ഫിയർ ഓഫ് റിജക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഫൈറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്നാ? നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ്, യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഈ ഉറപ്പ് പ്രിയമുള്ളവരെ നമുക്ക് വേണം. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ പറയുന്നതിന് മുമ്പ് കർത്താവ് പറയാ, യാക്കോബേ, ഇസ്രായേലിലെ, ഞാൻ നിന്നെ എന്നും സ്നേഹിച്ചിരുന്നു. ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് യു ആൻഡ് ഐ കണ്ടിന്യൂ ടു ലവ് യു. അതുകൊണ്ട് ഇന്ന് ചിലരത് കേൾക്കണം. സം പീപ്പിൾ നീഡ് ടു ഹിയർ ദിസ്. ഒരു പക്ഷെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു നീഡ് ടു ഹിയർ ദിസ്. മനുഷ്യരുടെ സ്നേഹം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു നീഡ് ടു നോ ദിസ്. ദൈവം, ദ ലോർഡ് ഹാസ് ഓൾവേസ്, നീ യേശു കർത്താവിൻ്റെ വകയാണെങ്കിൽ, കർത്താവിൻ്റെ കുടുംബത്തിൽ വീണ്ടും ജനിച്ചവനാണെങ്കിൽ, ദ ലോർഡ് ഹാസ് ഓൾവേസ് ലവ്ഡ് യു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് സംശയിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് സംശയിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ചിലപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇടയിൽ ചെയ്തു പോയ പാപം. അപ്പോൾ ഈ പാപം ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയാം, കർത്താവേ, അങ്ങനാണെങ്കിൽ സാത്താൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, നീ അന്ന് ചെയ്തുകൊണ്ടല്ലോ, നീ ഇന്ന്. അങ്ങനെ നമ്മളെ ഒരു സൈക്കിൾ ഓഫ് ഗിൽറ്റിലേക്ക് കയറ്റി. നമ്മളാണ് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത്, അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയുള്ള ദൈവമക്കളോട് യേശു കർത്താവ് പറയാം, നിന്റെ പാപത്തെ എടുത്ത് ഞാൻ സമുദ്രത്തിൻ്റെ നടുവിലിട്ട്, ഞാൻ അതിനെ ഓർക്കുന്നില്ല. The Lord is telling you, I have buried your sins in the depths of the sea and I remember it no more. I remember it no more. അതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:37 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ് ആരെയൊക്കെ മുൻ നിയമിച്ചിട്ടുണ്ടോ അവർ യേശുവിൻ്റെ അടുക്കൽ വരും. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ യേശു അവരെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. കർത്താവിൻ്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് ഒരു നാളും നിന്നെ തള്ളിക്കളയത്തില്ല. It is a fact for eternity. It is not a feeling, it is a fact for eternity. Oh, but I don't feel. We don't base our faith, our life on feelings. We base our life on faith. എന്താണ് നമ്മുടെ വിശ്വാസം? കർത്താവ് നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. ആരൊക്കെ നമ്മളെ ഇട്ടേച്ചു പോയാലും കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് we don't follow feelings, we put faith above our feelings. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇസ്രായേൽ മക്കൾ എന്താണ് ചോദിക്കുന്നത്? നീ എങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് പറ. ചിലരൊക്കെ ചോദിക്കുന്നതല്ലേ, എല്ലാം ചെയ്ത് കൂട്ടിയാലും അവസാനം വന്ന് പറയും, എന്തുവാ, ടെൽ മീ, എന്തോ ഈ പറയുന്നത്, എല്ലാം ചെയ്ത് എങ്ങനെയാ, ടെൽ us how you loved us. അങ്ങനെ പറയുന്നു. അപ്പോൾ പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ചു, അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി, അവൻ്റെ അവകാശത്തെ
കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ചോദ്യം എന്താണ്? ചോദ്യം, എങ്ങനെയാ കർത്താവെ നീ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്? ഉത്തരം എന്താണ്? യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഇസ്രായേലിനെ നിന്നെ ഞാൻ സ്നേഹിച്ചു, യേശാവിനെ ഞാൻ ദ്വേഷിച്ചു. അപ്പോൾ ഇവിടാണ് ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഇതുവരെ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ദൈവത്തിന് യാക്കോബിനെ സ്നേഹിക്കുകയും യേശാവിനെ ദ്വേഷിക്കുകയും ചെയ്യുന്നത്? ഹൗ കെൻ ഗോഡ് മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ജേക്കബ് ഐ ഹാവ് ലവ്ഡ്, ഈസോ ഐ ഹാവ് ഹേറ്റഡ്? ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമായി റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിലുണ്ട്. എന്നെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് അടുത്ത വർഷം റോമാലേഖനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്. റോമാലേഖനം ശരിക്കും പഠിച്ചാൽ നമ്മുടെ തിയോളജിയുടെ ഫൗണ്ടേഷൻസ് വൺസ് ആൻഡ് ഫോർ ഓൾ സോർട്ടഡ് ആണ്. അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാം. എന്നാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം, ദ ലവ് ഓഫ് ഗോഡ് ഇസ് ഷോൺ ഇൻ ഇലക്ഷൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലാണ് ദൈവസ്നേഹം. ഈ മനുഷ്യൻ പറയുന്നത് പോലെ, നമ്മുടെയൊക്കെ ചിന്ത ഈ ഫീലിങ്സിൻ്റെ ബേസിസിലാണ് സ്നേഹം. എല്ലാം ഫീലിങ്സ് ആണ്. അവർക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട്, ഇങ്ങോട്ട് സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ എല്ലാം അളവെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചാൽ ഈ ഫീലിങ്സ് ആണ്. അതിൽ തെറ്റില്ല തെറ്റില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഫീലിങ്ങിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ദൈവസ്നേഹം ഇസ് ബേസ്ഡ് ഓൺ ഹിസ് അൺകണ്ടീഷണൽ ഇലക്ഷൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ? നിങ്ങൾ ജനമാണല്ലോ, ഞാൻ എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയട്ടെ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഐ ഹാവ് ലവ്ഡ് യു. എൻ്റെ തിരഞ്ഞെടുപ്പിലാണ് നിങ്ങളോടുള്ള സ്നേഹം ഞാൻ കാണിച്ചിരിക്കുന്നത്. ഞാൻ യേശാവിനെ തിരഞ്ഞെടുത്തില്ല, ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്തു. അപ്പോഴാണ് $1 million ക്വസ്റ്റ്യൻ. അതെങ്ങനെ പറ്റുന്നത്? എങ്ങനെ ഇസ് ഗോഡ് ഷോയിങ് ഫേവറിറ്റിസം? അതിനൊക്കെ ഉള്ള ഉത്തരം ഞാൻ പിന്നെ പറയാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആരാണ്ട് വന്ന് CH സ്പർജനോട് പറഞ്ഞു, എനിക്കൊരിക്കലും മനസ്സിലാകാത്ത കാര്യം, യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദ്വേഷിച്ചു എന്ന് കർത്താവിന് എങ്ങനെ പറയാൻ സാധിക്കും? എങ്ങനെ യേശാവിനെ ദ്വേഷിക്കാൻ സാധിക്കും? എങ്ങനെ യേശാവിനെ ദ്വേഷിക്കാൻ സാധിക്കും? CH സ്പർജൻ പറഞ്ഞ ആൻസർ എന്താണെന്നറിയാമോ? ഇതാണ് അദ്ദേഹം പറഞ്ഞ ആൻസർ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രം: യേശാവിനെ എന്തുകൊണ്ട് ദ്വേഷിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. യാക്കോബിനെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. കറക്റ്റ് അല്ലയോ പ്രിയമുള്ളവരെ? അപ്പോൾ തിയോളജിക്കലി യു മൈറ്റ് ബി സ്ട്രഗ്ലിംഗ് വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അതിനാണ് പൗലോസ് പറയുന്നത്, കുശവനോട് ചോദിക്കാൻ കളിമണ്ണിന് യാതൊരു അവകാശവുമില്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും തിയോളജി ബാക്കപ്പും ഞാൻ പിന്നെ പറയാം. എനിക്കതൊക്കെ പറയണമെന്ന് സമയം കിട്ടുമ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡോക്ടർ ഓഫ് ഇലക്ഷൻ, ഞാനത് പഠിപ്പിക്കാം. പക്ഷെങ്കിൽ നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ടൈമിൽ ഞാൻ ഉത്തരവും തരാം. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞാൻ എല്ലാം ഉത്തരം തരാം. പക്ഷെങ്കിൽ അതിന് മുമ്പ് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം ഒന്ന് ചോദിക്കാവോ? ഒറ്റ ചോദ്യം. ഈ പറഞ്ഞ കൂട്ടരിൽ, നമ്മുടെ സ്നേഹിതന്മാരിൽ, നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെ അറിയാതെ അനേകർ നടക്കുമ്പോൾ കർത്താവ് നിങ്ങളെയും തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്തുവാ? വാട്ട് ഈസ് ദ റീസൺ? ഒരു 1% എങ്കിലും നമ്മൾ അവരെക്കാട്ടിൽ ആയതുകൊണ്ടാണോ? നിങ്ങളൊന്ന് നിങ്ങളുടെ ഉള്ളിൽ നെഞ്ച് തട്ടി ഒന്ന് പറയാമോ? Were you chosen because you are at least 1% better than your friends? ഒരിക്കലുമല്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ അവരെക്കാട്ടിലും മോശമാണ്. പിന്നെ എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു? അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, കൃപയേ 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 കൃപയേ, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ, കൃപയേ കൃപയേ കൃപ. മഹൽ സ്നേഹം, the love of God and the grace of God. അതിനാ കൃപ. എനിക്ക് 1% മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് കൃപയെന്ന് പേര് വിളിക്കാൻ ഒക്കത്തില്ല. If there was even 1% possibility, if I enhanced the probability of God calling me, it cannot be called grace. എനിക്ക് യാതൊരു യോഗ്യതയില്ലാഞ്ഞപ്പോൾ കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ച് തിരഞ്ഞെടുത്തത്, അതാണ് ദൈവ സ്നേഹത്തിൻ്റെ അടയാളം. ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ സ്നേഹത്തിൻ്റെ അടയാളം. God does not have to do a single miracle for you to show his love. He showed his love by dying on a cross 2000 years ago. ഇതിൻ്റെ അപ്പുറം ഒരു അടയാളം ഇല്ല. ദൈവ സ്നേഹത്തെ വർണ്ണിക്കാൻ ഇതിനപ്പുറം കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ മഹൽ സ്നേഹം നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് ഹൗ ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ്. അങ്ങനെയാണ് ദൈവം തന്റെ സ്നേഹത്തെ നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഏദോമിനെ കുറിച്ച്, ഏദോം എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ ഡിസെൻഡൻസ്, ഈ ഏശാവിന്റെ ഡിസെൻഡൻസിനെ കുറിച്ച് എന്താ പറയുന്നത്? പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ശൂന്യമാക്കി കളയും. ശൂന്യമാക്കി കളയുമ്പോൾ ഓർത്തോണം, ഇതിന്റെ മറ്റേ ഭാഗമാണ്. അപ്പോൾ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ തിരഞ്ഞെടുത്തു. ഈ യാക്കോബിനെ പോലൊരു ഒരു ഇതുപോലൊരു വഞ്ചകൻ ലോകത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഏശാവിനെ സ്നേഹിക്കാനാ കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് അപ്പനെ ഏശാവിനുള്ള സ്നേഹം അല്ലയോ. അപ്പനെ ബഹുമാനിക്കും, അപ്പൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. ഈ യാക്കോബ് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. അവൻ ഒറ്റ കാര്യത്തിൽ മിടുക്കൻ. എന്തിനാണെന്നറിയോ? വഞ്ചിക്കാൻ. അപ്പനെ വഞ്ചിച്ചു, അമ്മായപ്പനെ വഞ്ചിക്കുന്ന ഇന്റർനാഷണൽ ക്യാരക്ടേഴ്സ് വേറെ ഇവിടെ കാണും. ഫാദർ ഇൻ ലോയെ വരെ വഞ്ചിച്ച ക്യാരക്ടറാണ് ഈ യാക്കോബ്. ഈ യാക്കോബിനെ നോക്കിയിട്ട കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഹോപ്പുള്ളത്. മനസ്സിലായ? ഈ നല്ലവനെ നോക്കിയിട്ടാ സ്നേഹിച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സോ എന്നാൽ ഏശാവിനെ വെറുതെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ, ഏശാവിനെ തള്ളിക്കളഞ്ഞു. ഏശാവിനെ തള്ളിക്കളഞ്ഞിട്ടും അവന്റെ ഹൃദയം റീജനറേറ്റ് അല്ല. ഇപ്പോഴും ദൈവത്തോടുള്ള വാശി കണ്ടോണം. ഞാൻ നിന്നെ ഇവിടുന്ന് മാറ്റിക്കളയും, നിന്റെ പട്ടണങ്ങളെ തകർക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഏശാവിന്റെ മറുപടി? ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏദോം പറയുന്നു എങ്കിൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശം എന്നും യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്നും പേർ പറയും. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രയേലിന്റെ അതിരിന് അപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏശാവ്, ഏദോം എന്നാ പറയുന്നത്? ഇടിച്ചു കളഞ്ഞല്ലോ, കുഴപ്പമില്ല, ഞങ്ങൾ ഇനിയും പണിയും. കർത്താവ് പറയാ, നിങ്ങൾ പണിഞ്ഞോ, ഞാനത് വീണ്ടും ഇടിച്ചു കളയും. എന്നിട്ട് അവസാനം പറയുന്നത് എന്നാ? നിങ്ങളുടെ ദേശത്തെ ഞാൻ ശൂന്യമാക്കും എന്നേക്കും. എന്താ പറയുന്നേ? അവർക്ക് ദുഷ്ടപ്രദേശം എന്ന് യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി, സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ ദൈവവുമായിട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഞാൻ ഈ പറയുന്നത്. ചിലരൊക്കെ ചിന്തിക്കും, അതങ്ങനെ ആയാലെന്നാ, ഞങ്ങൾ അതിൻ്റെ അപ്പുറം പണി. കർത്താവിനോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നീ എത്ര പണിഞ്ഞാലും, അതുകൊണ്ടാണ് യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, സദാകാലം ഏദോമിനോട് ക്രുദ്ധിക്കും. എന്നാൽ ദൈവജനത്തെക്കുറിച്ചും കർത്താവ് എന്നാ പറയുന്നത്? സങ്കീർത്തനം 30:5, അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളത്, അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. അതുകൊണ്ട് ദൈവമക്കൾ, അതായത് ദൈവമക്കളായ നമ്മളോട് ചിലപ്പോൾ ദൈവം ക്രുദ്ധിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് ബാലശിക്ഷ നൽകുവാൻ വേണ്ടി, ടു ഡിസിപ്ലിനസ്. പക്ഷെങ്കിൽ അവന്റെ ദയോ, അവന്റെ പ്രസാദമോ പര്യന്തം ഉള്ളത്. അപ്പോൾ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും അവന്റെ കോപം കാണും. കാരണം എന്നാ? ഞാൻ അവന്റെ വഴിയിൽ നിന്ന് മാറി. നല്ല അടി ദൈവം തരും. പക്ഷെങ്കിൽ അത് സ്നേഹം കൊണ്ടുള്ള അടിയാണ്. അവന്റെ പ്രസാദമോ ജീവപര്യന്തം. എന്നാൽ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട് തിരഞ്ഞെടുപ്പിന്റെ കൂട്ടത്തിലുള്ളവരല്ലെങ്കിൽ സദാകാലം, അതായത് എന്നേക്കും ക്രുദ്ധിക്കുന്ന ജാതി, സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്ന് അറിയപ്പെടും. ഇതാണ് 2 കാറ്റഗറീസ്. We are under the favor of God, they are under the judgment of God. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്താണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഫീലിങ്സിന്റെ മേലെ ഉള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, വി ഹാവ് ടു ബിൽഡ് ഇറ്റ് ഓൺ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ മേൽ വേണം നമ്മുടെ ജീവിതത്തെ. എന്നും രാവിലെ എഴുന്നേറ്റ് ടെൻഷൻ അടിക്കും, അയ്യോ കർത്താവിന് നീ എന്നെ ഇന്ന് ഇല്ല, ഞാൻ അവന്റെ പ്രിയപുത്രൻ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞങ്ങളുടെ ഇപ്പോൾ വീട്ടില് ഒരു കുഞ്ഞുണ്ട്. ഏറ്റവും വലിയ രസം എന്നാണെന്നറിയോ? ഇപ്പം ഞങ്ങൾ ഫാമിലി റൂമിൽ ഇരിക്കുകയാണ്, കുഞ്ഞ് റൂമിൽ കിടന്നുറങ്ങുകയാണ്. കുഞ്ഞുങ്ങളുള്ളവർക്കെല്ലാം ഇത് മനസ്സിലാകും. കുഞ്ഞുങ്ങളെല്ലാം കിടന്നുറങ്ങും. അപ്പം ഇവള് കിടന്നുറങ്ങുകയാണ്, ബാക്കി എല്ലാവരും എഴുന്നേറ്റുണ്ട്. ഇവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ഇവൾ എഴുന്നേറ്റ് ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ മതി, ഒരു ചെറിയ സൗണ്ട്. ഇവളങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന താമസം ഞങ്ങൾ 4 പേരും ഈ റൂമിൻ്റെ എവിടെ ആണെങ്കിലും ഒറ്റ ഓട്ടമാണ്. കാരണം എന്നാ? ഈ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാനുള്ള ആഗ്രഹം. ജസ്റ്റ് ആഗ്രഹം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് കാത്തിരിക്കുക.
എന്നെ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അത് മനസ്സിലാകുന്ന എങ്ങനെയാ? കർത്താവ് പറഞ്ഞതുകൊണ്ട്. മനുഷ്യരായ പാപികളായ നമ്മുടെ കുറവിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാമോ? ഓ, ദ ലവ് ഓഫ് ഗോഡ്, ഹൗ റിച്ച് ആൻഡ് പ്യുവർ. കാട്ടുകാരൻ എഴുതിയ പോലെ എന്താ എഴുതിയത്? അയ്യോ, എത്ര എഴുതിയാലും എത്ര പേനയുണ്ടെങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഈ ലോകത്തിലെ സമുദ്രങ്ങൾ മുഴുവൻ മഷിയായിരുന്നെങ്കിലും ഈ പേനയ്ക്കകത്ത് ഒരു തുള്ളി പോലും ബാക്കി വെക്കത്തില്ല. അത്രമാത്രം ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ പകർന്നു തന്നിരിക്കുകയാണ്. മഹൽ സ്നേഹം, ദൈവസ്നേഹം, അതിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത്. ഇനി ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി കർത്താവ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഡീറ്റെയിൽസ്? പുരോഹിതന്മാരുടെ അവിശ്വസ്തത, ഡിഫൈൽഡ് വർഷിപ്പ്, ആരാധനയിലുള്ള മാലിന്യം. വെൻ ഗോഡ് ഡസന്റ് വാണ്ട് യു അറ്റ് ചർച്ച്. അങ്ങനൊരു അവസ്ഥയുണ്ടോ? അങ്ങനൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. വെൻ ഗോഡ് ഡസന്റ് വാണ്ട് യു അറ്റ് ചർച്ച്. നിങ്ങൾ ആലയത്തിന്റെ വാതിലുകളെ അടച്ച് കളവീൻ എന്ന് ദൈവം തന്നെ പറയുന്ന അവസ്ഥ. ദൈവത്തിന്റെ അവസ്ഥ എന്താണ് അവിടെ കാണുന്നത്? നമുക്ക് വായിക്കാം. മലാക്കി 1:6 മുതൽ 8 വരെ, പിന്നെ അതിനുശേഷം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത് ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ആരോടാ ചോദ്യം? ആദ്യത്തെ ചോദ്യം പുരോഹിതന്മാരോ. അതുകൊണ്ടാണ് ന്യായവിധി ദൈവസഭയിൽ തുടങ്ങും എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. കണ്ടോ, കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്ക് ഇവരെത്ര ലാഘവത്തോടാണ് പറയുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത്? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. എല്ലാത്തിനും തർക്കുത്തരം പറയുന്ന അഹങ്കാരത്തിന്റെ വാക്കുകൾ. യഹോവയുടെ മേശ നിന്ദ്യം എന്നും നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. യു ഷോ കൺടെംപ്റ്റ് ഫോർ ദ ടേബിൾ ഓഫ് ദ ലോർഡ്. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുമോ? അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 12 മുതൽ 14 വരെ. അതിൻ്റെ ഇടയ്ക്കുള്ള വാക്കുകൾ ഞാൻ പിന്നെ വായിക്കാം. നിങ്ങളോ യഹോവയുടെ മേശ മലിനമാക്കിയിരിക്കുന്നു, അവന്റെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ച വെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് കർത്താവ് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദിക്കുന്നത്? വേർ ഇസ് മൈ ഓണർ, വേർ ഇസ് മൈ റെഫറൻസ്? എവിടാ? നിങ്ങളൊന്ന് പറയാമോ? എൻ്റെ നാമത്തെ നിങ്ങൾ തുച്ഛീകരിക്കുകയാണ്. ഞാൻ അപ്പനാണെങ്കിൽ എൻ്റെ ബഹുമാനം എവിടാ? അപ്പോൾ ഉടനെ ഉത്തരം എന്നാണെന്നറിയാമോ? ഉത്തരം അവർ ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. ഞങ്ങൾ എവിടെ ഡിസ്റെസ്പെക്ട് കാണിച്ചിരിക്കുന്നത്? എവിടാണ് നിന്റെ ശുശ്രൂഷയെ ഞങ്ങൾ എവിടാണ് മലിനമാക്കിയിരിക്കുന്നത്? അപ്പോൾ അതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെ? കർത്താവെ, നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചിരിക്കുന്നു? അതാ ഒന്നാമത്തെ. അപ്പം ഫൗണ്ടേഷൻ തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി. ഈ ആദ്യ സ്നേഹം വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം എന്നാ? ഏതിനാൽ ആണ് നിന്റെ നാമത്തെ ഞങ്ങൾ തുച്ഛീകരിക്കുന്നത്? അപ്പോൾ കർത്താവ് അതിന് ഉത്തരം പറയുകയാണ്. ഗോഡ് ആൻസേഴ്സ്. ആദ്യത്തെ ആൻസർ എന്ന് പറയുന്ന പുരോഹിതന്മാർ, ദൈവമക്കൾ, ദൈവദാസന്മാർ. പിന്നെ നമ്മൾ അതുകൊണ്ട് മാറ്റി വെക്കേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗം എന്നാണല്ലോ നമ്മൾ നമ്മളെ തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രസക്തമാണ്. പിന്നെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വേലയിൽ മുമ്പിൽ നിൽക്കുന്നവർക്ക് നല്ല നമ്മളെ തന്നെ ശോധന ചെയ്യാൻ നല്ല ചോദ്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? പാപത്തിലായിരിക്കുന്ന പുരോഹിതന്മാര് ശുശ്രൂഷയിൽ തുടരുന്ന അനുഭവം. ഒന്നാമത്, ശുശ്രൂഷ മലിനമാക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്തത് എപ്പോഴാണ്? ഞാൻ പാപത്തിൽ ആണ്ട് കിടക്കുമ്പോൾ തന്നെ എൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടിന്യൂ ചെയ്യുക. പ്രിയമുള്ളവരെ, വി ആർ ഗിൽറ്റി ഓഫ് ദിസ്. നമ്മുടെ ജീവിതത്തിൽ നാം കുറ്റവാളികളാണ് ഈ കാര്യത്തിൽ.
പാപത്തിലായിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. കുഞ്ഞുങ്ങളോട് നിങ്ങൾ കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കള്ളം പറയുന്നവരാണ്. ജീവിതത്തിൽ അശുദ്ധി ഉള്ളപ്പോൾ തന്നെ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ. മറ്റുള്ളവരെ നമ്മൾ ചൂണ്ടി അവൻ്റെ ജീവിതത്തിലെ പാപം കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതേ പാപം കിടക്കുന്നു. ലീഡേഴ്സ് കണ്ടിന്യൂ ടു സെർവ് ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ വൈൽ കണ്ടിന്യൂയിങ് ഇൻ സിൻ. എത്രയോ പ്രാവശ്യം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് വന്നു ശോധന ചെയ്യണം. 2, എന്താണ് ഇവിടെ പറയുന്നു? യാഗപീഠത്തിൽ മലിന ഭോജനം, യു ആർ ഓഫറിംഗ് ഡിഫൈൽഡ് ഫുഡ്. മലിന ഭോജനം എൻ്റെ യാഗപീഠത്തിൽ അർപ്പിക്കാൻ വേണ്ടി മലിന ഭോജനം. എന്താണ് മലിന ഭോജനം ഇന്നത്തെ കാലത്ത്? എന്താണ് ഭോജനം? ദൈവവചനമാണല്ലോ ഭോജനം. മലിന ഭോജനം എന്തുവാ? ഒന്ന്, എല്ലാവരുടെ ഇമോഷൻ കുത്തിത്തിരിക്കുകയാണ്, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിർമ്മലതയെ നമ്മൾ എടുത്തു മാറ്റുന്നു. ഇന്നത്തെ അനേക ദൈവദാസന്മാരെന്ന് പേർ വിളിക്കുന്നവരുടെ ഒന്നാമത്തെ കുറ്റം ദൈവം വിളിച്ചു പറയുകയാണ്. എന്താണ്? നിങ്ങൾ ആളുകളെ ഇളക്കി വിടുന്നുണ്ട്. ഒരു മോട്ടിവേഷണൽ സെഷന് പോകുന്നതാണ് ഇതിനേക്കാട്ടിലും നല്ലത് എന്ന് കർത്താവ് പറയാണ്. ദൈവവചനമോ ഞാൻ പറയുന്ന വചനമോ മാനസാന്തരത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. എങ്ങനെ നിങ്ങളുടെ നാളുകളെ ബെറ്റർ ആക്കാമെന്നും നിങ്ങളുടെ അവസ്ഥയെ എങ്ങനെ ദൈവം മാറ്റുമെന്നും ഇങ്ങനെ ഇമോഷണലി ചാർജ് ചെയ്യുന്ന കുറേ മെസ്സേജ് കൊടുക്കുന്നതല്ലാതെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ദൈവവചനം കൊണ്ടുവരുന്നില്ല. എന്താണ് മലിനഭോജനം? 2, നിങ്ങളുടെ പ്രസംഗങ്ങൾ ആർ സ്ലോപ്പി ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങൾ യാതൊരു പ്രിപ്പറേഷനും കൂടാതെ ഭോജനം കർത്താവിന് മുമ്പിൽ അർപ്പിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്ത വെൽ പ്രിപ്പയർഡ് മീൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇന്ന് രാവിലെ മനോരമമായി വായിച്ച കഥയും ഇന്നലെ രാത്രിയിൽ ടി വിയിൽ കണ്ട കഥയും എല്ലാം കൂടെ ചേർത്ത് 2 വാക്യവും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ പറഞ്ഞ് ബോറടിപ്പിച്ച് നിങ്ങൾ സ്ഥലം വിടും. യു ഹാവ് നോ പാഷൻ, യു ഹാവ് നോ ക്ലാരിറ്റി, യു ഹാവ് നോ പ്രിപ്പറേഷൻ. മലിന ഭോജനം. പ്രിയമുള്ളവരെ, ദൈവവചനം ഞാൻ പറയത്തില്ല, ഞാൻ പല കാര്യങ്ങളുടെ മുമ്പിൽ ഞാൻ ട്രംബിൾ ചെയ്യാറില്ല. എനിക്ക് പേടിയില്ല. എനിക്ക് അങ്ങനെ പേടിയുള്ളൊരു വ്യക്തിയല്ല. പക്ഷെ പുൾപിറ്റിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിറയ്ക്കും. കാരണം എന്നാ? മലിന ഭോജനം വിളമ്പാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും ഒരു പെർമിഷൻ തന്നിട്ടില്ല. മലിന ഭോജനം എന്തെങ്കിലും വായി തോന്നുന്നു വിളിച്ചു പറയാൻ ഒരു ദൈവദാസന് അനുവാദമില്ല. He has to be well prepared so that he feeds a feast to the people of God. മലിന ഭോജനമല്ല, നല്ല ഭോജനം, നല്ല സദ്യ. കർത്താവ് ആഗ്രഹിക്കുന്ന നല്ല ഇൻഗ്രീഡിയൻസ്. നമ്മളാണ് എന്താ കൊടുക്കുന്നത്? ഐസ്ക്രീം. പിള്ളേർ കരയല്ലേ, എന്നാ കൊടുക്കുക 2 ഐസ്ക്രീം. ഈ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്നും ഐസ്ക്രീം, പിന്നെ പുഴുപ്പല്ലും ദഹനക്കേടും അല്ലാതെ ഈ പിള്ളേർക്കൊന്നുമില്ല. അവർക്ക് ഐസ്ക്രീം കൊടുക്കുക. വി ആർ ഗിവിംഗ് ദം ഐസ്ക്രീം. എവിടാണ് മീറ്റ്? ദൈവവചനത്തിൻ്റെ ആ ഒരു മാംസം നമ്മൾ എവിടാ കൊടുക്കുന്നത്? പുരോഹിതന്മാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, യു ആർ ഗിൽറ്റി എന്നാണ് കർത്താവ് പറയുന്നത്. മലിന ഭോജനം. 2, ശ്രദ്ധിക്കുക. 1, യു ആർ കണ്ടിന്യൂയിങ് ഇൻ സിൻ while serving God. 2, you are offering defiled food. ദൈവത്തിൻ്റെ വചനം വിളമ്പി കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഐസ്ക്രീം കൊടുക്കുകയാണ്. 3, contempt for the table of the Lord. Contempt for the table of the God. എന്താണ് പറയുന്നത്? യഹോവയുടെ മേശ നിന്ദ്യം എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? യു ആർ കംപ്ലൈനിങ് അബൌട്ട് ദ വർക്ക് ഓഫ് ദ ലോഡ്. ഇന്നും പോണമല്ലോ, ഇന്നും ചെയ്യണമല്ലോ, കർത്താവിൻ്റെ വേലയിലാണല്ലോ. യഹോവയുടെ മേശ നിങ്ങൾ നിന്ദ്യം എന്നെണ്ണുന്നു. പ്രിയമുള്ളവരെ, ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഐ ആം ഗിൽറ്റി. ഞാനിത് വായിച്ചപ്പോൾ ഞാനാണ് ആദ്യം കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റം ഏറ്റുപറഞ്ഞത്. കാരണം ചിലപ്പോൾ ഉണ്ടല്ലോ, ഈ കർത്താവിൻ്റെ വേലയിൽ അങ്ങ് ഏർപ്പെട്ട് ഇതങ്ങ് ഭാരമായി മാറും. ദിസ് ബിക്കംസ് എ ബേർഡൻ. പക്ഷെ കർത്താവ് വ്യക്തമായി പറഞ്ഞു, മൈ ബേർഡൻ ഇസ് ലൈറ്റ്. എൻ്റെ ഭാരം മൃദുവാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച്, അതുകൊണ്ടാണ് യു ക്യാൻ ഗെറ്റ് ടയർഡ് ഇൻ ദ വർക്ക്. യേശു കർത്താവ് പോലും ക്ഷീണിച്ചു അല്ലേ? അദ്ദേഹം വിശ്രമിച്ചു, കർത്താവ് ഉറങ്ങി, ഒക്കെ ശരിയാണ്. യു ക്യാൻ ഗെറ്റ് ടയർഡ് ഇൻ ദ വർക്ക്, ബട്ട് യു ക്യാൻ നെവർ ഗെറ്റ് ടയർഡ് ഓഫ് ദ വർക്ക്. അപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നോട് തന്നെ പ്രസംഗിച്ച വിഷയമാണ് ഇന്നലെ പ്രിപ്പയർ ചെയ്തപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഇഫ് യു ആർ ഗെറ്റിംഗ് ടയർഡ് ഓഫ് ദ വർക്ക്, ഈ വേലയെക്കുറിച്ച് അങ്ങ് ബുദ്ധിമുട്ടും ഭാരവും വേല അങ്ങ് വലിയ ഒരു നിന്ദ്യമായി കാണാൻ തുടങ്ങിയെങ്കിൽ,
ഇറ്റ് ഈസ് നെവർ എ പ്രോബ്ലം ഓഫ് ദ സർക്കംസ്റ്റൻസ്, ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. കർത്താവിനോടുള്ള നമ്മുടെ ആദ്യ സ്നേഹം പോയി എന്നുള്ളതിന്റെ തെളിവാണ് ദാറ്റ് വി ഹാവ് എ കണ്ടംപ്റ്റ് ഫോർ ദ വർക്ക് ഓഫ് ദ ലോർഡ്. പിന്നെ കർത്താവിന്റെ വേല അല്ലെങ്കിൽ അങ്ങനത്തെ വേലക്കാരനല്ലാത്ത ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, can I ask you, do you treat the work of the Lord with contempt? ദൈവവേലയെക്കുറിച്ചുള്ള നിന്ദ്യത ഉണ്ടോ? അതെങ്ങനെ ഞാൻ പറയാം, ഉദാഹരണം ഞാൻ പറയാം. കർത്താവിൻ്റെ വേലയെക്കുറിച്ച് എനിക്കൊരു നല്ല ബോധ്യമുണ്ടോ? am I proud to be part of the work of the Lord, or do I look at it as a step down? ഒന്നാമത്, ബില്ലി ഗ്രഹാമിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു പ്രസിഡൻ്റായിട്ട് കമ്പീറ്റ് ചെയ്യാൻ. യു എസ് പ്രസിഡൻ്റായിട്ട് നിൽക്കണമെന്ന് ഒരുപാട് പേര് പ്രഷറൈസ് ചെയ്തു. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് വന്ന് ഭാര്യയുടെ മുമ്പിൽ വന്നപ്പോൾ ഭാര്യ റൂത്ത് ഗ്രഹാം ബില്ലി ഗ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഫ് ഗോഡ് ഹാസ് കോൾഡ് യു ടു ബി എ മിഷണറി, ഡു നോട്ട് സ്റ്റൂപ്പ് ഡൗൺ ടു ബിക്കം എ കിങ്. ഇഫ് ഗോഡ് ഹാസ് കോൾഡ് യു ടു ബി എ മിഷണറി, ഡു നോട്ട് സ്റ്റൂപ്പ് ഡൗൺ ടു ബിക്കം എ കിങ്. ദൈവം നിന്നെ ഒരു മിഷണറിയായി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു രാജാവാകുവാൻ നിന്റെ നിലയെ അല്ലെങ്കിൽ നിന്റെ വിലയെ നീ താഴ്ത്തരുതെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവവേല പോലെ ഭാഗ്യമേറിയ ഒരു അവസ്ഥ വേറെ ഇല്ല എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ നമ്മുടെ ദൈവത്തിന്റെ മേശയെ നിന്ദ്യമായി കാണുന്നവരാണോ? നമ്മളെല്ലാം മാതാപിതാക്കളുണ്ടല്ലോ ഒരുപാട്. ഞാൻ ചോദിക്കാം, ടഫ് ക്വസ്റ്റ്യൻ, എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നമ്മളിത് എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ അല്ല, എല്ലാവർക്കും കർത്താവിനെ അറിയണം, രക്ഷിക്കപ്പെടണം, പിന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ നല്ല ജീവിതമൊക്കെ ജീവിച്ച് രക്ഷപ്പെടണം. കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള നിന്ദ്യതയാണോ? യഥാർത്ഥത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി അവരെന്തു ആയിക്കൊള്ളട്ടെ എന്ന് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന, ഞാൻ എന്നോടും ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ, എന്നോടും. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിലില്ലെങ്കിൽ ദൈവത്തിൻ്റെ മേശയെ നിന്ദ്യമായി കാണുന്ന അനുഭവമാണ്. നാം ആദ്യ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയി. അവരെന്തു ആയിക്കൊള്ളട്ടെ, അവരെ എഞ്ചിനീയറോ ഡോക്ടറോ അവര് ബിസിനസ് പീപ്പിളോ ടീച്ചറോ എന്തു ആയിക്കൊള്ളട്ടെ, കളക്ടറോ പ്രധാനമന്ത്രി. പക്ഷെ കർത്താവ്, എൻ്റെ ആഗ്രഹം അവർ കർത്താവിൻ്റെ വേലയിലായിരിക്കണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന എത്ര പേർ? അവിടെ അറിയാം ദൈവത്തിൻ്റെ ആ വി ഷോയിങ് കണ്ടംപ്റ്റ് ഫോർ ദ ടേബിൾ ഓഫ് ദ ലോർഡ്. ഞാൻ ഒരു സ്നേഹിതനുണ്ട്, എനിക്കുണ്ട്, മോഹൻ. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വലിയ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്, വെരി ബ്രൈറ്റ്, കർത്താവിൻ്റെ വേലയിലാണ് ഇപ്പം. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഐ വോണ്ട് യു. ഒരുപാട് താലന്തുള്ളവരും വളരെ മിടുക്കനും ബ്രൈറ്റ് മൈൻഡാണ്. അപ്പം അവസാനം പറഞ്ഞു, ഐ വോണ്ട് ഹിം യു ടു ബി ഇൻ മൈ കിങ്ഡം വർക്ക്. അതുകൊണ്ട് പുള്ളിയുടെ ജോലിയൊക്കെ രാജിവെച്ച് കർത്താവിൻ്റെ വേലയിലായി. 10-26 വയസ്സായപ്പം താൻ പോകുന്ന സഭയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, എനിക്ക് ഒരു വിശ്വാസി കൊച്ചിനെ വേണം. അപ്പോൾ എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ്. കർത്താവെ, മോഹന് വേണ്ടി ഒരു നല്ല ചെറുപ്പക്കാരിയെ അറേഞ്ച് ചെയ്യണം. അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ മോഹൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ചർച്ചിൽ തന്നെ ഉണ്ടല്ലോ കുറേ പെൺപിള്ളേർ, എൻ്റെ പ്രായത്തിന് കറക്റ്റ് പ്രായമുള്ളവർ, നിങ്ങൾ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും എനിക്കൊന്ന് കിട്ടിച്ചതാ. പുള്ളി മുഖത്ത് നോക്കി അങ്ങ് പറ. അപ്പം അവർ പറഞ്ഞു, ഇല്ലില്ല, ഇന്നയാള് ഞങ്ങൾ ഓവർസീസാണ് ഞങ്ങൾ നോക്കുന്നത്, അലയൻസ്. ഇന്നയാളെ ഞങ്ങൾ നോക്കുന്നത് ഈ സെയിം പ്രൊഫഷനുള്ള ആളുകളെയാണ്. ഇന്നയാളെ ഞങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, വി വാണ്ട് our heroes where they are, we don't want them in our lives. അല്ലേ? മോഹൻ ഫാന്റാസ്റ്റിക്, മോഹൻ അത് ചെയ്തു, കർത്താവ് മോഹനെ മാറ്റി കർത്താവിന് വേണ്ടി. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും ഞങ്ങൾ മോഹന് കൊടുക്കത്തില്ല, അത് വേറെ വല്ലവരും. പിന്നെ അവസാനം ഒരു അമേരിക്കക്കാരി വന്ന് മോഹനെ കെട്ടേണ്ടി വന്നു. അതിൻ്റെ കാര്യം എന്നാ? കർത്താവിൻ്റെ പ്ലാനിൽ കർത്താവ് കറക്റ്റായിട്ടെല്ലാം ചെയ്യും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, പ്രിയമുള്ളവർ, ഉള്ളി തട്ടിട്ട് പറ, ദൈവ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചും എന്താണ് നമ്മുടെ ചിന്ത? ഹൗ ഡു വി ലുക്ക് അറ്റ് ഇറ്റ്? കർത്താവ്, ഇതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇതുപോലൊരു ഭാഗ്യം. ഞാൻ എൻ്റെ ഉള്ളിൽ തൊട്ട് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ജോലിയെക്കാട്ടിലും എൻ്റെ എല്ലാ കാര്യത്തിലെക്കാട്ടിലും ഞാൻ ഏറ്റവും
ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് കർത്താവിൻ്റെ വലിയ കൃപയാൽ അവൻ്റെ വചനം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം അതിൻ്റെ അപ്പുറം ഒരു ഭാഗ്യമില്ല പ്രിയമുള്ളവരോട്. എനിക്കതിന് ഒരു യോഗ്യത ഇല്ലാഞ്ഞപ്പോൾ കർത്താവ് ആ കൃപ തന്നു. ദിസ് ഈസ് എ പ്രിവിലേജ്, ഇറ്റ്സ് എൻ ഓണർ. ഇതിനകത്ത് നാണക്കേടോ ഇതിനകത്ത് അയ്യോ ഒരു കുറവോ എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയൊരു കാലമുണ്ട് കർത്താവിനെ അറിഞ്ഞാഞ്ഞപ്പോൾ ഇതെല്ലാം യൂസ്ലെസ് ആണെന്ന് ചിന്തിച്ചൊരു കാലമുണ്ട്. പക്ഷെ കർത്താവിനെ കഴിഞ്ഞപ്പോൾ, കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇതുപോലൊരു ഭാഗ്യം വേറെ ഉണ്ടോ? ഇതുപോലൊരു ഭാഗ്യം. ടു സെർവ് ദ കിങ് ഓഫ് കിങ്സ്, രാജാതി രാജാവിനെ സേവിപ്പാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ആരാണ്ട് പറഞ്ഞത്, ഹൗ എവർ ബിഗ് യു ഗ്രോ, എത്ര പ്രൊമോഷൻ ദൈവരാജ്യത്തിൽ കിട്ടിയാലും ദ ഹയസ്റ്റ് റാങ്ക് ഇസ് ഓഫ് എ സെർവൻറ്റ്, അല്ലയോ? ദ ഹയസ്റ്റ് റാങ്ക് ഇസ് ഓഫ് എ സെർവൻറ്റ്. ഈ അപ്പോസ്റ്റൽ നമ്മൾ ഈ ടൈറ്റിൽ നമ്മളെ തന്നെ മാറ്റും അല്ലേ? നാളെ ആകുമ്പോഴത്തേക്ക് ചെറിയ ജോർജ് ചെറിയാന്നുള്ളത് അപ്പോസ്റ്റലാക്കും, പ്രോഫറ്റാക്കും, ബിഷപ്പ്, എല്ലാ പേരുകളും നമ്മൾ എത്ര വളർന്നാലും ദ ഹയസ്റ്റ് റാങ്ക് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ഓഫ് എ സെർവൻറ്റ്. കാരണം എന്നാ? രാജാതി രാജാവിൻ്റെ ദാസനാകുക എന്ന് പറയുന്ന പോലൊരു ഭാഗ്യം വേറെ ഇല്ല, ഒരു ഭാഗ്യമില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ മേശയെ നിന്ദ്യമായി കണ്ടു. നമ്മളെ തന്നെ ശോധന ചെയ്യണം. 4 അവസാനത്തേത് പറയുന്നത് എന്നാ? നിങ്ങൾ അർപ്പിച്ചത് മുഴുവൻ എന്താ? കണ്ണു പൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും ദീനമുള്ളതിനെയും നിങ്ങൾ എനിക്ക് അർപ്പിച്ചു. അപ്പൊ ടിക്ക് ബോക്സ് ഉണ്ട്. എന്താ? കർത്താവിന് യാഗം അർപ്പിക്കണം. കാരണം ആലയമുണ്ട്, യാഗപീഠമുണ്ട്, യാഗവസ്തു അർപ്പിക്കണം, ഉപവാസമുണ്ട്, ഉത്സവമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എന്തായാലും അർപ്പിക്കണം. അർപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദീനമുള്ളതിനെയും കണ്ണു പൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇങ്ങനാണോ പ്രിയമുള്ളവരെ നമ്മൾ? ഇങ്ങനാണോ നമ്മൾ കർത്താവിന് കൊടുക്കുന്നത്? എന്താണ്? ബാക്കിയുള്ളതും ദീനമുള്ളതും, ലെഫ്റ്റ് ഓവേഴ്സ്. ഇന്ന് അനേക ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുകയും പാട്ടുപാടുകയും ഹല്ലേലൂയ സ്തോത്രവും എല്ലാ നിലവിളിയും ബഹളവും എല്ലാം ഉണ്ട്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ഒരിക്കലും കൊടുക്കത്തില്ല. ഗോഡ് ഡിസേർവ്സ് ദ ബെസ്റ്റ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ലതിനെയാണ്. സെക്കൻഡ് ഗ്രേഡ് അല്ല, തേർഡ് ഗ്രേഡ് അല്ല, ഫസ്റ്റ് ഗ്രേഡ്. ഇവരെന്ത് ചെയ്യുന്നറിയോ? എന്തായാലും ഈ മുടന്നുള്ളത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, മാർക്കറ്റിൽ വാല്യൂ ഇല്ല, എന്നാ കൊടുത്തേക്കാം, ഇട്ടേര്, കർത്താവിന് കൊടുക്ക്. ഇത് ആവശ്യമില്ലാത്തൊരു വസ്തുവല്ലേ, എന്നാ കൊടുത്തേക്ക്, കർത്താവിന് കൊടുത്തേക്ക്. അയ്യോ, മൈ ഗോഡ് ഓൺസ് ദ കാറ്റൽ ഓൺ 1,000 hills. ഈ ഉള്ളതെല്ലാം അവൻ്റേതാ. ആരെ കളിപ്പിക്കാൻ വേണ്ടി ഈ മുടന്നുള്ളതിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്? ആരെ കളിപ്പിക്കാൻ? നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം നോക്കിയ പ്രിയമുള്ളവരെ, ഇന്ന് സമയമില്ല കർത്താവിന് കൊടുക്കാൻ. കാരണം എന്നാ? നല്ല സമയം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ സമയമില്ല. എന്ത് ചെയ്യാനാ? ടയേർഡാ, ഭയങ്കര ടയേർഡ്. ഓക്കെ, ഇപ്പം തീർന്നു, അതോടെ സമയം തീർന്നു. വീക്കെൻഡ് അല്ലയോ, നമുക്ക് അവിടെ ഷോപ്പിങ്ങും, പിള്ളേരെ കൊണ്ടുപോകുന്നു, അവർക്ക് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, ഗോൾഫ് ഉണ്ട്, അതുണ്ട്. ഓക്കെ, അപ്പോൾ വീക്കെൻഡും പറ്റത്തില്ല, അപ്പം സമയമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഭാഗ്യവശാൽ ഒരു ഹോളിഡേ വല്ലതും വന്നാൽ കുറച്ച് സമയം കർത്താവിന് കൊടുക്കുക. അപ്പം എല്ലാം കൂടെ ഒത്തു വന്നാൽ കർത്താവിന് ഓക്കെ. ഈ മാസം കർത്താവിന് കൊടുക്കാൻ പണമില്ല. അതെന്നാ? അയ്യോ, ആ EMI പിന്നെ അറിയാമല്ലോ, ഫോൺ പൊട്ടിപ്പോയി. ഇപ്പോൾ ഫോൺ നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റത്തുള്ളൂ, അതില്ലാതെ ജീവിക്കണം. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി കർത്താവിന് എങ്ങനെയാ? ബാക്കിയുള്ളത് കൊടുക്ക്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക്. കുഞ്ഞുങ്ങൾ മിടുക്കന്മാരെ എല്ലാം അവിടെ ഇവിടെയൊക്കെ വിടാം, കാരണം അവർക്ക് കപ്പാസിറ്റി ഉണ്ടല്ലോ. പിന്നെ വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തതിനെ ഒന്ന് കർത്താവിൻ്റെ വേലയ്ക്ക്. എന്തിനാ? അവനെന്തായാലും ഇവിടെ ഒന്നും പറ്റുന്നില്ല, അപ്പം പിന്നെ ഇവിടെ അങ്ങ് കൊണ്ട് കൊടുത്താൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, അവനാലാവളവൻ ചെയ്യുമല്ലോ. കർത്താവ് ഉപയോഗിക്കും കേട്ടോ, കർത്താവ് അങ്ങനെയുള്ള. അതുകൊണ്ടാണ് ഭോഷത്വമായത് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവ്, ഗോഡ് ക്യാൻ യൂസ് ദ സ്ട്രൈപ്ഡ് ആൻഡ് ദ സ്പെക്കിൾഡ് ആൻഡ് ഓൾ ദ കർത്താവ് അങ്ങനെ അവസാനം അങ്ങനെയുള്ളവരെയൊക്കെ ഉപയോഗിച്ചാണ് കർത്താവിൻ്റെ രാജ്യത്തെ പണിയുന്നത്. പക്ഷെ നമ്മുടെ മനോഭാവം എന്തുവാ? ഏറ്റവും നല്ലതാണോ കർത്താവിന് കൊടുക്കുന്നത്? അതോ ബാക്കി വരുന്നതും ശേഷിപ്പിക്കുന്നതും ബലഹീനമായതും? ഒരിക്കലേ നടന്ന സംഭവം കേട്ടോ. ഒരു അപ്പന് 7 മക്കളുണ്ട്. 7 മക്കൾ. ഒരു ഉപദേശ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പം കൂടെ ഒരു പയ്യനുണ്ട്. അപ്പം അവനാണ്
എനിക്ക് നടുക്കത്തെയാന്ന് തോന്നുന്നു. അവന് വാദം വന്ന് അവൻ്റെ കാല് തളർന്ന് കിടക്കുക. കാല് തളർന്ന് കിടക്കുക. അപ്പം പറഞ്ഞു, ഇവ മാത്രമേ ഞാൻ കൂടെ നിർത്തിയിട്ടുള്ളൂ, ഇവനെ മാത്രമേ ഞാൻ കൂടെ നിർത്തിയിട്ടുള്ളൂ, കാരണം അവന് വയ്യായല്ലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ഞങ്ങൾ അവനെ നോക്കും. എൻ്റെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വിട്ടു, കാരണം അവർ നല്ല ആരോഗ്യമുള്ളവരാണ്. ഇവനെ എനിക്ക് വിടാനൊക്കത്തില്ല, കാരണം ഇവൻ തന്നെ പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ കൂടെ നിർത്തിയിരിക്കുക. ബാക്കി 6 ആൺമക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ വിട്ടു. എന്തൊരപ്പനാ! എന്തൊരപ്പനാ! ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലത് കർത്താവിന് കൊടുത്തു, ഏറ്റവും നല്ലത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ, നല്ല മനോഹരമായ വീട്ടിൽ ദാവീദ് ഇങ്ങനെ കിടന്നപ്പോൾ പറയും, അയ്യോ, ദൈവത്തിൻ്റെ പെട്ടകം ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല. ഹി വാസ് മോർ കൺസേൺഡ് അബൌട്ട് ദ തിങ്സ് ഓഫ് ഗോഡ് ദൻ അബൌട്ട് ഹിസ് ഓൺ വെൽബീയിങ്. അങ്ങനെയുള്ള ഒരു മാതൃക നമ്മൾ ഈ ബാക്കിയുള്ളത് കൊടുക്കുന്നവരാണോ പ്രിയമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിവൈവൽ ആവശ്യമാണ്, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. ഗോഡ് ഡിസേർവ്സ് ദ ബെസ്റ്റ്. കർത്താവ് എനിക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി തന്നപ്പോഴേ ബാക്കിയുള്ളതല്ല തന്നത്, അവൻ്റെ സ്വന്തം പുത്രനെ, ഹിസ് ഓൺലി സൺ. വെൻ ഗോഡ് ഗേവ്, ഹി ഗേവ് ഹിസ് ബെസ്റ്റ്. നമ്മൾ എന്താ മടക്കി കൊടുക്കുന്നത്? നമ്മുടെ ബാക്കിയുള്ളതും. എന്തിനാ ടിക്ക് ബോക്സ്? കർത്താവിന് ആരുടെ ടിക്ക് ബോക്സാണ് വേണ്ടിയ പറയുന്നത്? നമ്മൾ ആരെ കളിപ്പിക്കാനാണ് നോക്കുന്നത്? ഈ ലോകത്തിലെ പൊന്നും വെള്ളി എല്ലാം അവൻ്റേതല്ലേ? ബട്ട് ഓണർ ഗോഡ്. അവസാനം ഇതിനകത്ത് പറയുകയാണ്, എന്താ കർത്താവ് പറയുന്നത്? ഇതെല്ലാം കേട്ട് പറയാം, നിങ്ങളുടെ വാതിലൊന്ന് അടയ്ക്കാമോ? നിങ്ങളോ നിങ്ങളുടെ എന്ത് പറയാണ്? 13-ാമത്തെ വാക്യം, 1:10. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീർന്നു, എന്നാൽ കടിച്ചു കീറി പോയതിനെയും മുടം തൊള്ളതിനെയും എല്ലാം പറഞ്ഞേച്ച് പറയാ. എന്നിട്ട് അവസാനം പറയാണ്, ഇങ്ങനെയുള്ള യാഗവസ്തു അർപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. Cursed is the deceiver. ആരാണ്ടെ കളിപ്പിക്കാൻ വേണ്ടി? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോഴേ അനന്യാസും സഫീറയുടെയും കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആരാണ്ടെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ കൊടുത്തു എന്ന് പറഞ്ഞ്. കർത്താവിന് നിന്റെ കളിപ്പീര് പരിപാടി ഒന്നും വേണ്ട, ഒരു പരിപാടിയും വേണ്ട. ഡോണ്ട് പ്ലേ ഗെയിംസ് വിത്ത് ഗോഡ്. അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും. എൻ്റെ ഏറ്റവും നല്ലത്. കാരണം എന്നാ? കർത്താവ് പറയുന്നത്, ഞാൻ ആരാ? ഞാൻ മഹാരാജാവല്ലോ. നിങ്ങളുടെ ലോക്കൽ ഗവർണറിന് നിങ്ങൾ ഇത് കൊണ്ട് കൊടുക്കുമോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സമയം, പ്രധാനമന്ത്രിയുമായിട്ട് നമുക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം നേരത്തെ ഫ്ലൈറ്റ് എടുത്തു പോകും. ഞാൻ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും തലേ ദിവസം പോകും. കാരണം എന്താ? അഥവാ എന്തെങ്കിലും കാരണവശാൽ പിറ്റേ ദിവസം ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഞാൻ മീറ്റിങ്ങിന് ലേറ്റ് ആകരുത്, അവർ ലേറ്റ് ആയാലും ഞാൻ ലേറ്റ് ആകരുത്. പക്ഷെ ദൈവത്തിന്റെ സമയം വരുമ്പോൾ അതൊക്കെ ബാക്കി എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ കൊടുക്കാം, ബാക്കി എന്തെങ്കിലും. എവറിത്തിങ് ഇസ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ദ ലോർഡ്. പ്രിയമുള്ളവർ, ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കണം, ഏറ്റവും നല്ലത്. കാരണം എന്നാ? ഞാൻ മഹാരാജാവല്ലോ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ലോക്കൽ ഗവർണറിന് നല്ലത് കൊടുത്തിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ട് ബാക്കി കൊടുത്താൽ ദൈവത്തിന്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളൊരു മാതാവോ പിതാവോ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കൊണ്ട് തന്നാൽ നിങ്ങളുടെ ഇമോഷൻ എങ്ങനെയാ? അവർ ചെറുപ്പമായിരിക്കും, അവർ കുഞ്ഞായിരിക്കും, എന്നാലും നിങ്ങളുടെ ഇമോഷൻ എങ്ങനെയാ? അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, മഹാരാജാവായ കർത്താവിന്റെ ഇമോഷൻ എന്താണ്? Contemptible worship is detested. God detests selfish, shallow and false worship. കുറെ കൈയടിയും, കുറെ ബഹളവും, കുറെ ആരാധനയും, കുറെ ജമ്പിങ്ങും. എന്താ? എനിക്ക് ലഭിക്കാനും എനിക്ക് വേണ്ടിയും അവസാനം കർത്താവിന് കൊടുക്കുമ്പോൾ ഐ ഗിവ് ഹിം ദ ലെഫ്റ്റ് ഓവേഴ്സ്. ഇങ്ങനെയുള്ള ആരാധന കർത്താവിന് ഇഷ്ടമല്ല. അങ്ങനെ ആണെങ്കിൽ കർത്താവിന്റെ മറുപടി എന്താണ്? 9 മുതൽ 11 ആ ഇടയ്ക്കുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ആകയാൽ ദൈവം നമ്മളോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. 10-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. അയ്യോ, കർത്താവ് പറയുന്നത് കേട്ട്, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് പറയാ, ഇങ്ങനെയുള്ള ബാക്കി നിങ്ങൾ എനിക്ക് തരാനാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആലയത്തിന്റെ വാതിലൊന്ന് അടച്ച് ഇവിടത്തെ ഈ യാഗം അങ്ങ് നിർത്താമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യാഗവസ്തുവായിട്ട് നമ്മൾ കർത്താവിലേക്ക് വരുമ്പോഴേ കർത്താവ് അതാണോ പറയുന്നത്? നിങ്ങൾ ഈ പരിപാടി അങ്ങ് നിർത്താമോ എന്നാണോ?
ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പോ ആരാധനയാണ്. കർത്താവ് പറയാം, ഇതൊന്ന് നിർത്താവോ? ഒന്ന് നിർത്തിത്തരാമോ? നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ ഒന്ന് നിർത്തിത്തരാമോ? അങ്ങനെയാണോ കർത്താവ് പറയുന്നത്? ഒന്ന് നിർത്താവോ? ഈ പരിപാടി അങ്ങ് നിർത്താമായിരുന്നെങ്കിൽ. കാരണം എന്നാ? ഞാൻ ജാതികളുടെ ഇടയിൽ വലിയവനാകും. ജാതികളുടെ ഇടയിൽ വലിയ ഐ വിൽ ബി ഗ്ലോറിഫൈഡ് അമംഗ് ദ ജെന്റൈൽസ്. ഞാൻ ജാതികളുടെ ഇടയിൽ വലിയവൻ ആകും. സൂര്യന്റെ ഫ്രം ദ റൈസിംഗ് ഓഫ് ദ സൺ ടു ദ സെറ്റിംഗ് ഓഫ് ദ സെയിം മൈ നെയിം വിൽ ബി ഗ്ലോറിഫൈഡ്. അതാണ് ഒരു ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. 1000 ആണ്ട് സംവത്സരത്തിൽ ഈ ലോകത്തിലെ സകല രാജാക്കന്മാരും സകല ആ, ആ, രാജ്യങ്ങളും അവന്റെ പാദപീഠത്തിൽ വന്ന് ഏറ്റവും നല്ലത് അർപ്പിക്കുന്ന ഒരു ദിവസം വരുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഷട്ട് ദ ഡോർ ഓഫ് ദ ടെമ്പിൾ. പിന്നെ എന്താണ് പറയുന്നത്? ഇപ്പോഴോ പുരോഹിതന്മാർ, 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ അജ്ഞത നിങ്ങളോടാകുന്നു. ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ചു. ഇങ്ങനത്തെ യാഗം നിങ്ങൾ അർപ്പിച്ചാൽ എന്താണ് ദൈവത്തിന് പുരോഹിതന്മാരോടുള്ള പ്രതികരണം? അതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതെ, നിങ്ങൾ മനസ്സ് വെക്കായക കൊണ്ട് ഞാൻ അവയെ ശപിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭത്സിക്കുകയും ചാണകം, നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് അവസാനം പറയുക കേട്ടോ, എന്താ പറയുന്നത്? നിങ്ങൾ ഇനിയും ഈ പുരോഹിതന്മാരെ ഈ പരിപാടി കാണിക്കാനാണ് പ്ലാനെങ്കിൽ, 1, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. ഇതാണ് കോൺസിക്വൻസ്. 2, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കി തീർക്കും. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ദൈവം ചില അനുഗ്രഹങ്ങൾ അനുവദിക്കും. സംടൈംസ് ഗോഡ് അലവ്സ് ഫോർ ബ്ലെസ്സിങ്സ്. ഈ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി നമ്മൾ കൊടുത്തില്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ശാപമായി തീരും. ദ ബ്ലെസ്സിങ്സ് വിൽ ബിക്കം കേഴ്സസ്. കർത്താവ് നല്ല ജോലി തന്നു, ജോലി ശാപമായി മാറും. കർത്താവ് കുഞ്ഞുങ്ങളെ തന്നു, അനുഗ്രഹം ശാപമായി മാറും. കർത്താവ് പണം തന്നു, അനുഗ്രഹം ശാപമായി. കർത്താവ് വലിയ വീട്, അനുഗ്രഹം ശാപമായി. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ അനുഗ്രഹം എന്ന് കരുതി വെച്ച സാധനം ഏറ്റവും വലിയ തലവേദനയായി മാറാൻ ഇത് മതി. പിന്നെ പറയുന്നതന്നെ, ചാണകം വാരി നിങ്ങളുടെ മുഖത്ത് ഞാൻ എറിയും. ഇത് കർത്താവ് അത്ര ഗ്രാഫിക്കായിട്ടാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എന്നാൽ നിങ്ങൾ എൻ്റേതായതുകൊണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ലേവിയോട് ഒരു വാക്തത്വമുണ്ട്. ഐ ഹാവ് എ കവനന്റ്, ഒരു നിയമം. അത് ഞാൻ ലേവിയുമായിട്ട് എനിക്കുണ്ട്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്നിട്ട് അവസാനം എന്താണ് പറയുന്നത്? എൻ്റെ പുരോഹിതൻ ആയ ലേവിയെ കണ്ടുപഠിക്കും. അപ്പൊ കർത്താവ് പറയാ, നിങ്ങൾ എനിക്ക് ഏറ്റവും അഴുക്കായതിനെയും മുടന്തുള്ളതിനെയും കണ്ടുപൊട്ടിയതിനെയും ഒക്കെ തരുന്നു. ഇനി ഞാൻ കാണിക്കട്ടെ എൻ്റെ ദാസനായ ലേവി. ഹീ ഈസ് ദ റൈറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ എ പ്രീസ്റ്റ് ഷുഡ് ബി. എങ്ങനെയാണ് പുരോഹിതനാകേണ്ടത്? മലാഖി 2:5 മുതൽ 7 വരെ. അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ടു. മനസ്സിലായോ? അതാ പറയുന്നത്, അവൻ എന്നെ ഭയപ്പെട്ടു, എൻ്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവൻ്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് നടന്ന് പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ. നിങ്ങളോ വഴി വിട്ടുമാരിയും പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനത്തെ തോന്നിവാസം കാണിച്ചതുകൊണ്ടും നിങ്ങൾക്ക് എന്നോട് യാതൊരു ആദരവില്ലാഞ്ഞതുകൊണ്ടും ഞാൻ ജനത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഒരു നിന്നാപാത്രമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ രാജകീയ പുരോഹിതം വർഗമാണെന്നൊക്കെ പറയുന്നു, പക്ഷെ ജനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു നിന്നാപാത്രം. പക്ഷേ എൻ്റെ ദാസനായ ലേവിയെ കണ്ടുപിടി. എന്താ പറയുന്നത്? 1, എൻ്റെ നിയമം അവനോട് കൂടെ ഉണ്ടായിരുന്നു.
ഐ ഹാഡ് എ കവനന്റ് വിത്ത് ഹിം. രണ്ടെന്താ പറയുന്നത്? അവൻ എന്നെ ഭയപ്പെട്ടു. ഹി ഫിയർഡ് മീ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഫിയർ ഓഫ് ദ ലോർഡ്. ഇല്ലയോ? ഫിയർ ഓഫ് ദ ലോർഡ് ഇന്നത്തെ കാലത്തില്ല. ഇന്ന് യേശു കർത്താവിനെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടരാണ്. യേശു കർത്താവിന് ആജ്ഞ കൊടുക്കുന്ന ആളുകളാണ്. സ്റ്റേജിൽ നിന്നങ്ങ് ആജ്ഞ കൊടുക്കുകയാണ് യേശു കർത്താവിന്. ദൈവത്തെ ഭയപ്പെടാത്തൊരു തലമുറ. വി ഡോണ്ട് ഫിയർ ദ ലോർഡ് എനിമോർ. റെവറൻസ് ഫോർ ഗോഡ്സ് നെയിം. ദൈവനാമത്തെക്കുറിച്ചുള്ളൊരു വിറയൽ. പിന്നെന്താ പറയുന്നത്? അവൻ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വായിൽ നേരുള്ള ഉപദേശം ഉണ്ടായിരുന്നു. എന്തെങ്കിലും വായി തോന്നുന്നു വിളിച്ചു പറയുന്നവരല്ല, നേരുള്ള ഉപദേശം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുന്നത്? അവൻ പരമാർത്ഥമായും സമാധാനമായി എന്നോട് ചേർന്ന് നടക്കുന്നു. പിന്നെ അവസാനം പറയുന്നത് ഹി പ്രൊമോട്ടഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ദൈവത്തെ ഭയക്കുന്ന, അവൻ്റെ നാമത്തെ ചൊല്ലി വിറയ്ക്കുന്ന, ദൈവം നോക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ് അവൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവർ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുനോ ദാറ്റ് ട്രെംബിൾ അറ്റ് മൈ വേർഡ്. ദൈവം നോക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. വലിയ കൃപാവരങ്ങളും സ്റ്റേജ് ചവിട്ടി പൊട്ടിക്കുന്നവരെ ഒന്നുമല്ല, അവൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നൊരു കൂട്ടം. പിന്നെന്താ പറയുന്നേ? എൻ്റെ നിയമം അവൻ്റെ അധരത്തിലുണ്ട്. അവന് തോന്നുന്നൊന്നും അല്ല പറഞ്ഞത്, എൻ്റെ നിയമമാണ് അവൻ്റെ വായിലിരുന്നത്, എൻ്റെ വചനമാണ് അവൻ പ്രസംഗിച്ചത്. പിന്നെ അവൻ പരമാർത്ഥമായി, ഹി വാസ് എ സിൻസിയർ പേഴ്സൺ, സമാധാനത്തോടെ എന്നോട് ചേർന്ന് നടന്നു. ദൈവവചനത്തെ അവൻ പ്രഖ്യാപിച്ചു. ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. എന്നിട്ട് പറയാ, പുരോഹിതന്മാരെ കണ്ടുപഠിക്കുക എൻ്റെ ദാസനായ ലേവിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് സമ്മറി നോക്കാം. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഒന്ന്, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. നിത്യസ്നേഹത്താൽ അവൻ നമ്മളെ സ്നേഹിച്ചിരിക്കുകയാണ്. 2, കർത്താവിനെ സേവിക്കുമ്പോൾ സന്തോഷത്തോടെ അവനെ സേവിക്കണം. ദൈവത്തിൻ്റെ മേശ നിന്ദ്യമായി കാണരുത്. അയ്യോ, ഇതൊരു പ്രയാസമാണ് നിങ്ങൾ പറയരുത്. ഇത് തന്നെ പുരോഹിതന്മാർ ചെയ്തത്. സെർവ് ദ ലോർഡ് വിത്ത് റിജോയ്സിങ്. കർത്താവിന് വേണ്ടി ഇതൊന്ന് ചെയ്യാൻ പറ്റിയല്ലോ, ഓ സ്തോത്രം കർത്താവ്. കർത്താവിന് വേണ്ടി ഒന്ന് ചെയ്യാൻ സാധിച്ചല്ലോ, ഓൾ ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കുറച്ച് സഹോദരന്മാരുണ്ട്. അവരെ മുമ്പിൽ ഒന്നും കാണത്തില്ല കേട്ടോ. അവർ പുറകിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അവരെ എപ്പോൾ നോക്കിയാലും രാത്രിയും പകലും എല്ലാം ജോലിയാണ്. ക്ലീനിങ്, ക്യാരിങ്, വണ്ടി ഓടിക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇവരൊക്കെ വലിയ ജോലിയൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരുടെ സന്തോഷം കാരണം എന്നാ? ഓ, ഈ ആഴ്ചയും കൂടെ കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം. സെർവിങ് ദ ലോർഡ് വിത്ത് റിജോയ്സിങ്. 3, ഓഫർ ദ ലോർഡ് ദ ബെസ്റ്റ്, നോട്ട് ദ ലെഫ്റ്റ് ഓവേഴ്സ്. ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കുക, ബാക്കിയുള്ളത് അല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പം ബാക്കി വന്നത് 12 കൊട്ട. ഈ ബാക്കി വന്നത് ആർക്കാ? ബാക്കി വന്നതാണ് ശിഷ്യന്മാർക്ക് കൊണ്ടു കൊടുത്തത്. നമ്മളെങ്ങനെയാണെന്നറിയോ? ഏറ്റവും നല്ല നമ്മൾക്ക് വേണ്ടി എടുക്കും, എന്നിട്ട് ബാക്കി കർത്താവിന് കൊടുക്കും. ആകെ കൂടെ 5 അപ്പവും 2 മീനും ഉള്ളായിരുന്നു. ഏറ്റവും നല്ലത് കർത്താവിൻ്റെ കൈ കൊടുത്തു. കർത്താവിൻ്റെ കൈ കൊടുത്തപ്പോൾ 5000 പേരെ പോഷിപ്പിച്ചെന്ന് മാത്രമല്ല, ബാക്കി വന്നത് കൈ കൊടുത്തതിനേക്കാട്ടും കൂടുതൽ. ഇത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രമാണമാണ്. ഇത് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. ഇതാണ് കർത്താവ് വീണ്ടും വീണ്ടും പറഞ്ഞത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടെ സകലവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാ. ഏറ്റവും നല്ലത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് മതി പ്രിയമുള്ളവരെ, നമുക്ക് സമൃദ്ധിയായി ജീവിക്കാൻ. ഈ തത്വം വിശ്വാസികളായിട്ടുള്ളവർ ഇത് ഒന്ന് പ്രയോഗിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി തരുമ്പോൾ അതിൻ്റെ അളവൊക്കെ വേറെ ലെവലാണ്. ഓഫർ ദ ലോർഡ് ദ ബെസ്റ്റ്, നോട്ട് ദ ലെഫ്റ്റ് ഓവേഴ്സ്. 4, ഹാവ് റെവറൻസ് ഫോർ ഹിസ് നെയിം. അവൻ്റെ നാമത്തെ ചൊല്ലി നാം വിറയ്ക്കണം. 5, ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കും, ബാലശിക്ഷ നൽകും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയുവാൻ. അതുകൊണ്ട് 3 ചോദ്യങ്ങൾ ഇസ്രായേൽ മക്കൾ. 1, ഏതിനാൽ നീ ഞങ്ങളെ സ്നേഹിച്ചു? ഉത്തരം കർത്താവ് കൊടുത്തു. 2ഉം 3ഉം ചോദ്യം എന്താണ്? എങ്ങനെ നിന്റെ ശുശ്രൂഷ ഞങ്ങൾ മലിനമാക്കി, എങ്ങനെ നിന്റെ നാമത്തെ ദുഷിച്ചു എന്നുള്ള ഉത്തരം ദൈവം കൊടുത്തു. ആ പട്ടികയിൽ നമ്മൾ പെടാതെ, അല്ലെങ്കിൽ ആ പട്ടികയിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നിന്റെ നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ
ഞാൻ എൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പാൻ സഹായിക്കണമേ. ഏറ്റവും നല്ലത് കർത്താവിന് തരുവാൻ കർത്താവ് സഹായിക്കണമേ. നിന്റെ നാമത്തിങ്കൽ വിറയ്ക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദ ലോർഡ് വിൽ ഡിസിപ്ലിൻ ഹിസ് ചിൽഡ്രൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ടും ഞങ്ങളെ പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനായും സ്തോത്രം ചെയ്തു. കർത്താവ്, നിത്യസ്നേഹത്താൽ നീ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഞങ്ങളുടെ മുഴുവൻ ജീവിതത്തെ അർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ബാക്കിയുള്ളത് നിനക്ക് തന്നു. മുടന്നുള്ളതിനെയും കണ്ണു പൊട്ടിയതിനെയും കർത്താവെ കടിച്ചു കീറിയതിനെയും ഒക്കെ കർത്താവ് ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ കൊണ്ട് തന്നു. ക്ഷമിക്കണമേ കർത്താവെ. വി ഹാവ് ഗിവൻ യു ദ ലെഫ്റ്റ് ഓവേഴ്സ്. ഫോർഗിവ് us ഗോഡ്. ഏറ്റവും നല്ലത് കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഏറ്റവും നല്ലത് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലത്, ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം, ഞങ്ങളുടെ ഏറ്റവും നല്ല താലന്ത്, ഞങ്ങളുടെ ഏറ്റവും നല്ല സീസൺ, ഞങ്ങളുടെ ഏറ്റവും നല്ല സമ്പത്ത്, ഞങ്ങളുടെ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലതും ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വായിൽ കർത്താവെ നിന്റെ വചനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്തെങ്കിലും പറയുവാനല്ല, ഏതെങ്കിലും ഒരു ഭോജനം അർപ്പിക്കുവാൻ, മലിനമായ ഭോജനം അർപ്പിക്കാനല്ല, കർത്താവിൻ്റെ വചനത്തിലൂടെ ഒരു നല്ല സദ്യ ജനത്തിന് കൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ ശിക്ഷിക്കുമ്പോൾ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതോമിന് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.